ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എനിക്ക് ബില്ല് അയച്ചു കേട്ടോ, അയക്കാതൊന്നും ഇരുന്നിട്ടില്ല. പക്ഷെ അവർ അയച്ചേക്കുന്ന ബില്ലെന്ന് വെച്ചാൽ കാണ ഞാൻ ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് ഇതാ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ലിക്ക് തന്നു. അപ്പം ഞാൻ ബില്ലെല്ലാം നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രയേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പൊ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും അജഗജാന്തരം, അങ്ങനല്ലേ ആ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. മൈ വേ ബൈ കല്യാണി ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇട്ടത്, ഇപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു യൂട്യൂബറും ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കല്യാണി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ കല്യാണി പറയുന്നത് വെച്ചിട്ട് എൻ്റെ പൊന്ന് കല്യാണിയെ ബില്ല് അവർ തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അത് വെച്ചിട്ട് ഒത്തു നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, പിന്നെ ബാങ്കിൽ പോയി ഇവർക്ക് അയച്ചു കൊടുത്ത മൊത്തം ഡീറ്റെയിലും എടുത്തു എന്ന് കല്യാണി പറയുന്നുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഒരു ഹോസ്പിറ്റലുകാർ പറയുന്നത് 8 മാസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, 8 സിറ്റിംഗ്. അപ്പോൾ കല്യാണി പറയുന്നു 6.25 മാസമാണ്. എന്തു ആയിക്കോട്ടെ, ഈ 6.25 മാസമായാലും 8 മാസമായാലും ഇത്രയും സിറ്റിംഗ് എടുത്തപ്പോൾ കല്യാണി ബില്ല് ആവശ്യപ്പെടുന്നത് ഇപ്പോഴാണോ? ബില്ലുമായിട്ട് ഒത്തു നോക്കുന്നത് ഇപ്പോഴാണോ? അതാണ് എനിക്കൊന്നും മനസ്സിലാവാത്തത്. ഇത്രയും സിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ബില്ല് ചോദിക്കുന്ന ആദ്യത്തെ ഒരാൾ കല്യാണി ആയിരിക്കും. ഇന്ന് നമ്മളൊരു പച്ചക്കറി 50 രൂപയ്ക്ക് ഒരു പച്ചക്കറി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ബില്ല് തരും, പച്ചക്കറി കടയിൽ നിന്നും ബില്ല് തരും. ആ ബില്ലുമായിട്ട് കിറ്റിലുള്ള സാധനങ്ങൾ ഒത്തു നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അങ്ങനെയുള്ള ഈ കാലത്ത് ഇത്രയും സിറ്റിംഗ്, അതും ഇത്രയും കല്യാണി പറയുന്നത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ് അവിടെ അടച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വലിയ എമൗണ്ട് യാതൊരുവിധ ഇതുമില്ലാതെ കല്യാണി കൊടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കണം. എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നാന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പൊ അത് അങ്ങനെയല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ്, വീഡിയോസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ പറയുക. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോൻ ഇപ്പൊ 8 വയസ്സാണ്. അപ്പൊ 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടും തോറും ആ ഡാർക്ക്നെസ്സിലെ ആ ഒരു കറുപ്പ് അതിങ്ങനെ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കിനി ഇങ്ങനെ പ്രായം കൂടി വരുന്തോറും ഇതിങ്ങനെ തെളിഞ്ഞു വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ക്രീം ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോവില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എന്ന് എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രത്തോട്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട്, നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണാൻ ചെല്ലുന്നത്. അപ്പൊ കാണാൻ ചെന്ന് കഴിഞ്ഞ് അപ്പം നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. കല്യാണി പറയുന്നത് 8 വർഷം മുമ്പേ കല്യാണിക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു പാട് ഉണ്ട്. പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ കരിമംഗല്യം, കരിവാളിപ്പ് മുഖത്തിൻ്റെ ഈ 2 സൈഡിൽ 8 വർഷം മുന്നേ ഉണ്ട്. പിന്നെ അവരുടെ കുടുംബക്കാർക്കുണ്ട്, അച്ഛനുണ്ട് എന്നും ഫോട്ടോ സഹിതം കല്യാണി കാണിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പാരമ്പര്യമായിട്ട് വന്നിട്ടുള്ള പിഗ്മെൻറ്റേഷൻ, കരിമംഗല്യം, അതിനാണ് കല്യാണി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയത്. അതും 75 കിലോമീറ്റർ ദൂരമുള്ള ഹോസ്പിറ്റൽ, കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടാണ് ചികിത്സ നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഇത്രയും ദൂരം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കല്യാണി ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ
ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ക്ലിനിക്കോ ഒരു വ്യാജ ഡോക്ടറോ ഇരിക്കുന്ന ഹോസ്പിറ്റലോ ഒന്നും അല്ല. ഇത്രയും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കല്യാണി വ്യക്തമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അവിടുത്തെ റിവ്യൂസും നോക്കിയതിന് ശേഷമായിരിക്കും കല്യാണി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഈ 75 കിലോമീറ്റർ ദൂരമുള്ള ട്രിവാൻഡ്രം ഉള്ള ക്ലിനിക്കിൽ പോകുന്നത് അല്ലേ. അപ്പോൾ കല്യാണി ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഡോക്ടറൊന്നും അല്ല, ഡോക്ടേഴ്സൊന്നും അല്ല. ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊരു 100 രൂപയ്ക്ക് നമ്മളൊരു ക്രീം വാങ്ങിച്ചാൽ പോലും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ പർപ്പിളിൽ നിന്നോ എവിടുന്നോ ആയിക്കോട്ടെ, നമ്മളൊരു ക്രീം വാങ്ങിക്കുമ്പോൾ നമ്മളതിൻ്റെ റിവ്യൂസ് നോക്കും. റിവ്യൂസ് നോക്കിയതിന് ശേഷമേ നമ്മളത് വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെയുള്ള നമ്മൾ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കല്യാണി ഒരു 75 കിലോമീറ്റർ ദൂരമുള്ള ട്രിവാൻഡ്രത്തുള്ള ഒരു ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് തേടി പോകണം എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ആ ക്ലിനിക്കിനെ കുറിച്ചിട്ട് അന്വേഷിച്ചും റിവ്യൂസ് നോക്കി മനസ്സിലാക്കിയിട്ടുമാണ് കല്യാണി അവിടെ ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുള്ളത് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 8 വർഷം മുൻപേ ഉള്ള ഈ പിഗ്മെൻറ്റേഷൻ മുഖത്ത് വെച്ചിട്ടാണ് ഓരോ ക്രീമുകളും വാങ്ങിച്ച് ഇട്ടിട്ട് നിങ്ങളെ ഈ ഫോളോ ചെയ്തവരെ വീഡിയോസ് കണ്ടവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 8 വർഷമായിട്ട് മാറാത്ത പിഗ്മെൻറ്റേഷൻ മുഖത്ത് വെച്ചിട്ട് കൊളാബ് ചെയ്യാൻ കിട്ടുന്ന ക്രീം എടുത്തിട്ട് ഇതിട്ടാൽ വെളുക്കും, ഇതിട്ടാൽ ടാൻ പോകും, ഇതിട്ടാൽ പിഗ്മെൻറ്റേഷൻ മാറും, ഇതിട്ടാൽ മുഖം സുന്ദരിയാകും, തുടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊളാബറേഷനായിട്ടെടുത്ത ഈ ക്രീമുകളെല്ലാം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയ കല്യാണി ഇത്രയും നാളും വീഡിയോ കണ്ടവരെയൊക്കെ ചീറ്റ് ചെയ്യുകയല്ലായിരുന്നോ? അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം, അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് അതിൽ CV ഒപ്പിട്ടിട്ടുണ്ട്, അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3 മുന്നേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിനർത്ഥം ഇനിയിപ്പോൾ കല്യാണി ഈ വീഡിയോയിൽ പറയുന്നത് പോലെ കല്യാണി ഹോസ്പിറ്റലിൽ ഈ 6:45 അല്ലെങ്കിൽ 8 സിറ്റിംഗ് കഴിഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കി ബില്ല് ചോദിച്ചു, ബില്ല് തന്നില്ല, ഫയൽ തന്നില്ല, കേസിലേക്ക് പോയി. ആ ഒരു കേസ് കൊടുത്തതിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ ആ ഒരു റെസിപ്റ്റൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട്. 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷെ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. അതെ, അങ്ങനെ ബില്ല് തന്നിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അതിന് അടുത്ത നിമിഷം തന്നെ ഹോസ്പിറ്റലുകാരും കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഹോസ്പിറ്റലുകാർ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കല്യാണി ഇത്രയും നാളും ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ബില്ല് കിട്ടിയില്ല, ബില്ല് കണ്ടില്ല. കല്യാണി വീഡിയോയിൽ പറയുന്നുണ്ട് വാട്സപ്പ് ചെയ്തു, ഒരു തവണ വാട്സപ്പ് ചെയ്തു, കല്യാണി ശ്രദ്ധിച്ചില്ല, ബില്ല് വാട്സപ്പിലാത്തായിരുന്നേന്ന് അവർ പറഞ്ഞു അത്രേ. അപ്പോൾ അത് ശ്രദ്ധിക്കാഞ്ഞത് കല്യാണിയുടെ മിസ്റ്റേക്ക്, അത് ഹോസ്പിറ്റലുകാരുടെ മിസ്റ്റേക്കല്ല, വീഡിയോ കാണുന്നത് ഞങ്ങളുടെ മിസ്റ്റേക്കല്ല. വാട്സപ്പിൽ ബില്ല് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാഞ്ഞത് കല്യാണിയുടെ മിസ്റ്റേക്ക്. ഇനിയിപ്പോൾ അത് പോട്ടെ, ഒരു തവണ വന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല, നെക്സ്റ്റ് ടൈം നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പറയും കഴിഞ്ഞ തവണ നിങ്ങൾ ബില്ല് അയച്ചില്ല, എനിക്ക് ബില്ല് കിട്ടിയില്ല, അതുകൊണ്ട് ഇത്തവണ എനിക്ക് ബില്ല് വേണം എന്ന് പറയും. അങ്ങനെ ഒരു കാര്യവും അവിടെ ഉണ്ടായിട്ടില്ല. കല്യാണി ബില്ല് ചോദിക്കുന്നതും ഫയൽ ചോദിക്കുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ 8 സിറ്റിങ്ങിന് ശേഷമാണ് കല്യാണി ഇതെല്ലാം ചോദിക്കുന്നത്. അപ്പം അതിലാണ് നമുക്കൊരു പൊരുത്തക്കേട് ഫീൽ ചെയ്യുന്നത്. ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം, അങ്ങനല്ലേ സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. മേഡം അല്ല പഴയതിലോട്ട് പോകണം. ഫയൽ ഇവിടെ ഉണ്ട്.
Because Nilofa ma'am has taken the file. Ma'am can't. ഞാൻ കാര്യം കേട്ടെ, ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം ഇത്ര കേട്ടോ മൊത്തത്തിൽ കേട്ടോ എല്ലാം മേഡം ഇത്രയും ഡിലേ ആക്കിയത്. അപ്പോൾ ഇതിനകത്ത് കള്ളത്തരമില്ലെങ്കിൽ ഞാൻ ഇത്രയും ചോദ്യം കള്ളത്തരമില്ലെങ്കിൽ നിന്റെ ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാമല്ലോ കേട്ടോ. ഇത്രയും ബില്ല് ഇത്രയും കാരണം കല്യാണി പറയുന്നത് 6 അക്ക എമൗണ്ട് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു വലിയ എമൗണ്ട് തന്നെ. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് കൊടുക്കുമ്പോൾ ബില്ലില്ലാതെ കറക്റ്റായിട്ട് ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ആരെങ്കിലും ഇത്രയും പൈസ കൊടുക്കുമോ? അപ്പം കല്യാണി പറയുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടി യോജിക്കുമ്പോൾ എന്തൊക്കെയോ പൊരുത്തക്കേട് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കല്യാണി. കാരണം ആദ്യം ബില്ല് ആവശ്യപ്പെട്ടില്ല, ആദ്യം ഫയൽ ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പൊരുത്തക്കേട്. 8 സിറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബില്ല് ആവശ്യപ്പെടാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. അതായത് 8 വർഷം മുന്നേ ഉള്ള പിഗ്മെൻറ്റേഷൻ അത് പാരമ്പര്യമാണെന്ന് കല്യാണിക്കും അറിയാം. അത് കൂടുമോ എന്നുള്ള ഭയം വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നു. ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് സിറ്റിംഗ് കഴിയുന്നു, സെക്കൻഡ് സിറ്റിംഗ് കഴിയുന്നു. അങ്ങനെ ഏകദേശം കല്യാണി പറയുന്നത് ഒരു 6.25 മാസം ഓരോ സിറ്റിംഗ് കഴിയുന്നു. അത്രയും സിറ്റിംഗ് ആയിട്ടും കല്യാണിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല, പിഗ്മെൻറ്റേഷൻ മാറുന്നില്ല. അപ്പോൾ ഈ 6 അക്ക സംഖ്യ അവിടെ അടച്ചു ഇതിനോടകം. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. കൊളാബ് ചോദിച്ചില്ല എന്ന് കല്യാണി പറയുന്നു, കൊളാബ് ചോദിച്ചു എന്ന് ഹോസ്പിറ്റലുകാർ പറയുന്നു. അപ്പം ഇനി അത് തെളിയിക്കേണ്ടത് ഹോസ്പിറ്റലുകാരാണ്. കാരണം കല്യാണി വെല്ലുവിളിച്ചിരിക്കുകയാണ്, നിങ്ങളത് തെളിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ക്യാമറയൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ അത് തെളിയിക്കുന്നത് നിഷ്പ്രയാസം. അപ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കൊളാബ് ചോദിച്ചു എന്നുള്ള വിഷയം മാറ്റിവെക്കാം. അപ്പം ഇത്രയും വലിയ ഭീമമായിട്ടുള്ള എമൗണ്ട് അവിടെ അടച്ചിട്ടും വലിയ വ്യത്യാസമൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രതികരണം. അതല്ലെങ്കിൽ കൊളാബ് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ടും ആവാം. പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് കല്യാണിയുടെ അവസ്ഥ. ഇപ്പോൾ ഒരു പ്രോഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യുന്ന കല്യാണിയും ഇപ്പം സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ മുന്നിൽ മൊത്തത്തിൽ നാറിയിരിക്കുകയാണ്. കാരണം സ്വന്തം മുഖത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ അത് മാറുവോ ഇല്ലയോ, അല്ലെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കേണ്ട ക്രീം ഏതാണ്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് ഏതാണ്, ഇതുപോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത കല്യാണി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഇതുപോലെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നത്? അപ്പോൾ കല്യാണി ഇത്രയും നാളും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതച്ചുകൊണ്ടിരുന്നു, ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കൊളാബ് ചെയ്യാൻ കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് ഇതിട്ടാ വെളുക്കും, ഇതിട്ടാ ചുണ്ടിൻ്റെ കറുപ്പ് നിറം മാറും, ഇതിട്ടാ കണ്ണ് വെളുക്കും, ഇതിട്ടാ വെളുത്ത് തുടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് അവിടുന്ന് നല്ല 8ൻ്റെ പണി കിട്ടി, അത്രയേ ഉള്ളൂ. ഇത്രയും നാളും ഈ 8 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ഈ പിഗ്മെൻറ്റേഷൻ വെച്ചിട്ടാണ് ആൾക്കാരെ ക്രീമുകളൊക്കെ തേച്ചിട്ട് മുഖം വെളുത്ത് തുടുത്തു എന്നും പറഞ്ഞ് ഫിൽറ്റർ ഇട്ട് കാണിച്ച് പറ്റിച്ചു കൊണ്ടിരുന്നത്. അപ്പം ആ കാര്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏതാണ്ട് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലുകാർക്കെതിരെ തിരിഞ്ഞത്? ഈ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാത്തത് കൊണ്ടാണോ അത് കൊളാബ് തരാത്തത് കൊണ്ടാണോ എന്നൊന്നും നമുക്ക് കറക്റ്റ് വ്യക്തമല്ല. ഇനി അത് തെളിയിക്കേണ്ടതും ഹോസ്പിറ്റലുകാരുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, 2 പേരും 2 കൂട്ടരും കേസ് കൊടുത്തു. കോർട്ടിലായിക്കോട്ടെ ഇനി സ്റ്റേഷനിലായിക്കോട്ടെ കേസ് നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കല്യാണി വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പോൾ ഇവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ഇവർ പറയുന്നതൊക്കെ വാരി തേക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ഫേസ്, നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വന്തമായിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്യാൻ അറിയാമയ്യാത്തവർ വന്ന് ഈ ക്രീം ഇടൂ ആ ക്രീം ഇടൂ എന്ന് പറയുമ്പോൾ കാശ് മുടക്കി പോയി വാങ്ങിച്ച് സ്വന്തം മുഖത്തും സ്വന്തം മുടിയിലുമൊന്നും ഇതൊന്നും പരീക്ഷിക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പം ഇവരുടെ അനുഭവം തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക. ഇവർക്ക് ഇവരുടെ മുഖത്തത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ഡോക്ടർ വേണം, ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഇവരുടെ വീഡിയോസ് കാണുന്നവർക്ക് ഇതൊന്നും വേണ്ട. ഇവർ പറയുന്ന ഈ കാര്യം വെച്ച് മാത്രം ഇവരുടെ വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്രീമുകളെല്ലാം വാങ്ങി നിങ്ങൾ നിങ്ങളുടെയൊക്കെ മുഖത്ത് തേച്ച് ഇതുപോലെ വരുന്ന സൈഡ് എഫക്റ്റുകളും പിഗ്മെൻറ്റേഷനും ഒക്കെ അനുഭവിച്ചോളൂ എന്നാണ് ഇവർ തരുന്ന മെസ്സേജ്. ഈ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് കിട്ടുന്ന മെസ്സേജ് അതാണ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന അറിവുകളും വെച്ചിട്ട് അല്ലെങ്കിൽ കൊളാബ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലെയുള്ള ആര് വന്നാലും തട്ടി മാറ്റി പോവുക. അല്ലാതെ അത് കണ്ടേച്ച്
അത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നിൽക്കരുത്. നല്ല 8ൻ്റെ പണി തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഇവരുടെ ഇപ്പോൾ ഇവർ ഹോസ്പിറ്റലുകാർ പറയുന്നുണ്ടല്ലോ, വലിയ വിലയ്ക്ക് വലിയ 6 അക്ക സംഖ്യ കൊടുത്ത് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അവർ പറയുന്ന ക്രീമുകളൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് ചൊറിച്ചിലുണ്ടായി, തടിപ്പുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ കാണിച്ച പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫലമുണ്ടായോ? അതായത് പിഗ്മെൻറ്റേഷൻ മാറിയോ, മുഖം വെളുത്തോ, അല്ലെങ്കിൽ ചുണ്ടിന് നിറം വെച്ചോ, കണ്ണിൻ്റെ കറുപ്പ് നിറം മാറിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.